നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിനക്കിപ്പോ ഈ അമ്മയെ വേണ്ടല്ലേ? എന്താ ഏട്ടാ? അല്ല, എന്നും അമ്മ അവിടെ ഇരിക്കാറുള്ളതല്ലേ? ഇപ്പോഴും അമ്മ അവിടെ ഇരിക്കുന്ന പോലെ തോന്നി. ഏട്ടന് ഇപ്പോഴല്ലേ ഇത് തോന്നിയുള്ളൂ? എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനേ പറ്റുന്നില്ല ഏട്ടാ. എവിടെ നോക്കിയാലും അമ്മയാ. അടുക്കളയിലായാലും മുറിയിലായാലും കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുമ്പോഴായാലും അമ്മയുടെ ഓർമ്മകളില്ലാത്ത ഒരു സ്ഥലവും ഈ വീട്ടിലില്ല ഏട്ടാ. ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മയെ ഇത്ര പെട്ടെന്ന് വിട്ടുകളയാൻ മക്കൾക്ക് എങ്ങനെ തോന്നിയെന്നാ ചോദ്യം. വാക്കുകൊണ്ട് അമ്മയെ തള്ളി പറയുകയാണെങ്കിലും മനസ്സുകൊണ്ട് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്ദ്രേട്ടാ. ഇന്ദ്രേട്ടന് പറ്റുന്നുണ്ടോ അതിന്? നിങ്ങളെക്കാളൊക്കെ അമ്മയെ കണ്ടതും അമ്മയുടെ കൂടെ നിന്നതും ഞാനല്ലേ മോളെ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും അമ്മയായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് മക്കളോടുള്ള സ്വാർത്ഥത മരുമക്കളോടുള്ള പകയായിട്ട് മാറിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അമ്മയ്ക്ക് അനുവും ശ്യാമും പ്രതിഭയൊക്കെ വന്നു കയറിയവരാ. പക്ഷേ നമുക്കോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെയും ജീവന്റെയും ഭാഗമല്ലേ അമ്മ? ശ്യാമിനെ അമ്മ കുറ്റപ്പെടുത്തുമ്പോഴും അവഗണിക്കുമ്പോഴും നിനക്ക് വേദനിക്കാറില്ലേ? അമ്മ കാരണം സത്യനും പ്രതിഭയ്ക്കും നഷ്ടപ്പെട്ടത് അവരുടെ കുഞ്ഞിനെയാ. ആദ്യമൊക്കെ അനുവിനോട് അമ്മ എന്ത് കാണിച്ചാലും ഞാനത് കണ്ടില്ലെന്ന് വയ്ക്കുമായിരുന്നു. അവൾ ഈ വീട്ടിൽ വെച്ച് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് നിനക്കും സത്യനും അറിയാലോ. അപ്പോഴൊന്നും നമ്മളാരും അമ്മയുടെ ഒരു അക്ഷരം മിണ്ടാതിരുന്നുകൊണ്ടാ ഇപ്പൊ അമ്മയ്ക്ക് ഈ ഗതി വന്നത്. ഈ ശിക്ഷയെങ്കിലും അമ്മ അനുഭവിച്ചില്ലെങ്കിൽ ഇതിലും വലിയ തെറ്റുകൾ നമ്മുടെ അമ്മ ഇനിയും ചെയ്യും. അതിലും നല്ലത് നമ്മുടെ അമ്മയ്ക്ക് ഇതിലൂടെ ഒരു തിരിച്ചറിവുണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നതല്ലേ നല്ലത്. ഏട്ടാ, അത് മതി. അതാ എല്ലാവർക്കും നല്ലത്.
അതെ, സമയം ഒരുപാടായി. പെട്ടെന്ന് എല്ലാരും കേറി പോവാനല്ലേ പറഞ്ഞേ? പെട്ടെന്ന് പോ. ഒന്ന് പെട്ടെന്ന് ചെല്ല്. ആ സുശീല എന്തേ? ദേ അവിടെ നിൽക്കുന്നുണ്ട്. ഡീ, ഇത് നിന്റെ വീടല്ല, ജയിലാ. ചുളിവ് നിവർത്താൻ നിൽക്കാതെ ചുരുട്ടി എടുത്തോണ്ട് പോടി. വരുമല്ലേ സാറേ? എന്തിനെങ്ങനെ ചൂടാവുന്നേ? നമ്മളൊക്കെ മനുഷ്യരല്ലേ? ഹ, നിനക്കൊരു എല്ല് കൂടുതലാണെന്നേ സൂപ്രണ്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ നാട്ടുകാരും പറയുന്നതാ. ജന്മനാ ഉള്ളതാ സാറേ. വാ ഇങ്ങോട്ട്. നീ പറഞ്ഞ് ജയിലിൽ വലിയ ആളാകാൻ നോക്കണ്ട. സലോമി മാത്രം ഇവിടുന്ന് പോകുന്നുള്ളൂ. സീനിയോറിറ്റി ഉള്ള വേറെയും തടവുകാർ ഇവിടെ ഉണ്ട്. ഓ, എനിക്ക് സീനിയോറിറ്റി ഒന്നും വേണ്ട സാറേ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് ഇറങ്ങിക്കിട്ടിയാ മതി. മര്യാദയ്ക്ക് ഇവിടുന്ന് പോണെന്നുണ്ടെങ്കിലേ അഹങ്കാരം ഇത്തിരി കുറയ്ക്കുന്നത് നല്ലതാ. തോറ്റുകൊടുത്തേ ശീലമില്ല സാറേ, പ്രത്യേകിച്ചും പെണ്ണുങ്ങളോട്. അതിപ്പോ ജയിൽ പുള്ളിയല്ല, ജില്ലാ ജഡ്ജി ആയാലും എനിക്കൊരുപോലെയാ. നീ വന്ന പോലെ ഇവിടുന്ന് പോകുന്നേ എനിക്ക് തോന്നുന്നില്ല. വാ ഇങ്ങോട്ട്. സർ, എന്താ ഗിരിച്ചേ? ആ പുതിയ പുള്ളിയെ ഇപ്പോഴേ പിടിച്ചില്ലെങ്കിലേ കൈവിട്ടു പോവാൻ ഇടയുണ്ട്. തിളപ്പിത്തിരി കൂടുതലാ. ആ സുശീലയല്ലേ? അവളെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ അവളുടെ പ്രശ്നം? തർക്കുത്തരം അനുസരണക്കേടും, അതാണല്ലോ തുടക്കം. സലോമിയെ പോലെ ഒരുത്തിയോട് മുട്ടണമെങ്കില് അവള് ചില്ലറക്കാരിയല്ല. നമുക്ക് നോക്കാം. യൂണിഫോമിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഒരുത്തിയും ഇവിടുന്ന് വന്ന കോലത്തിൽ തിരിച്ചു പോവില്ല. സാറേ, നമ്മുടെ മേസ്തിരി ഇങ്ങ് തിരിച്ചു പോന്നു. എന്തുപറ്റി സലോമി? നിന്റെ ജാമ്യഹർജി ഇന്നും കോടതി പരിഗണിച്ചില്ലേ? 2 കേസിലും ജാമ്യം കിട്ടി സാറേ. ഒരു കേസ് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. അതിന് ജാമ്യം കിട്ടുമ്പോ ഇനി അടുത്ത കേസും പൊക്കി പിടിച്ചോണ്ട് ആരെങ്കിലും വരൂ? വേറെ ആരും അല്ലല്ലോ സാറേ, പോലീസല്ല എന്നെ പൂട്ടാൻ നോക്കുന്നത്. ഞാൻ പുറത്തിറങ്ങിയ എന്തോ വലിയ സാമൂഹ്യ പ്രശ്നം ഉണ്ടാവുന്നല്ലേ. സൈൻ ചെയ്തിട്ട് പോ. ആ, അടുത്ത വെള്ളിയാഴ്ച സലോമിക്ക് ജാമ്യം കിട്ടുമായിരിക്കും. സലോമി തിരിച്ചു വന്നാ നന്നായി സാറേ. മറ്റവളെ ഒന്ന് ഒതുക്കാൻ ഇവള് തന്നെ വേണം. രാവിലെ എനിക്കിട്ട് പണിയാൻ വന്നവളല്ലേ? അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം സാറേ.